യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എസ് ബി ഐ നിങ്ങൾക്കായി 8 തരം അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്കായി വിവിധ തരം അക്കൗണ്ടുകൾ തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എസ് ബി ഐയുടെ ഈ 8 തരം അക്കൗണ്ടുകളെ കുറിച്ച് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. എസ് ബി ഐയിൽ നിങ്ങൾക്ക് തുറക്കാവുന്ന 8 തരം അക്കൗണ്ടുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിലൊന്നാണ് എസ് ബി ഐ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ ബാലൻസ് നിലനിർത്തേണ്ടതില്ല, അതുപോലെ ഉയർന്ന ബാലൻസിനും പരിധിയില്ല എന്നതാണ് ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതാണ് എസ് ബി ഐ ബേസിക് സേവിംഗ് സ്മോൾ ബാങ്ക് അക്കൗണ്ട്. 18 വയസ്സിന് മുകളിലുള്ളതും KYC രേഖകളില്ലാത്തതുമായ വ്യക്തികൾക്ക് ഈ അക്കൗണ്ട് തുറക്കാം. കുറഞ്ഞ ബാലൻസ് പരിധിയില്ല എന്നതാണ് പ്രത്യേകത. എന്നാൽ പരമാവധി ബാലൻസ് തുക 50,000 രൂപയിൽ കൂടാൻ പാടില്ല എന്നതാണ് പാടില്ല. അടുത്താണ് എസ് ബി ഐ ബേസിക് സേവിങ്സ് സ്മോൾ ബാങ്ക് അക്കൗണ്ട്. 18 വയസ്സിന് മുകളിലുള്ളതും KYC രേഖയില്ലാത്തതുമായ വ്യക്തികൾക്ക് ഈ അക്കൗണ്ട് തുറക്കാം. ഇതിലും കുറഞ്ഞ ബാലൻസ് പരിധിയില്ല. എന്നാൽ പരമാവധി ബാലൻസ് 50,000 രൂപയിൽ കൂടാൻ പാടില്ല ഈ അക്കൗണ്ടിൽ. അടുത്തതാണ് എസ് ബി ഐ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ചെക്ക് ബുക്ക് തുടങ്ങിയ എല്ലാ സാധാരണ സേവനങ്ങളും ലഭിക്കുന്ന ഒരു സാധാരണ സേവിംഗ് അക്കൗണ്ടാണിത്. അടുത്തതാണ് എസ് ബി ഐ മൈനർ സേവിംഗ് അക്കൗണ്ട്. അത് പേര് പോലെ തന്നെ കുട്ടികൾക്കായുള്ള ഒരു പ്രത്യേക അക്കൗണ്ടാണിത്. 2 തരത്തിലുള്ള സൗകര്യങ്ങൾ ഈ അക്കൗണ്ടിലുണ്ട്. കുട്ടിയുടെ അക്കൗണ്ട് മാതാപിതാക്കളോടൊപ്പം ചേർന്ന സംയുക്ത അക്കൗണ്ടായി തുറക്കാം എന്നതാണ് ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതാണ് എസ് ബി ഐ സേവിംഗ് പ്ലസ് അക്കൗണ്ട്. ഇതൊരു മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച സേവിംഗ് അക്കൗണ്ടാണ്. സാധാരണ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ ഉയർന്ന പലിശയൊക്കെ ഈ അക്കൗണ്ടിലുണ്ടാകും. നിശ്ചിത പരിധിയിൽ കൂടുതൽ ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അധിക തുക ഓട്ടോമാറ്റിക്കായി ഫിക്സഡ് ഡെപ്പോസിറ്റായി മാറും. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് ഇതിന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്താണ് എസ് ബി ഐ വീഡിയോ KYC സേവിംഗ് അക്കൗണ്ട്. ബാങ്കിൽ പോകാതെ വീഡിയോ വഴി KYC തുറക്കാവുന്ന അക്കൗണ്ടാണിത്. ഓൺലൈനായി എളുപ്പത്തിൽ അക്കൗണ്ട് തുറക്കാം. ഇതുവഴി നമുക്ക് സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. അടുത്തതാണ് എസ് ബി ഐ മാക് ക്ലെയിമിംഗ് സേവിംഗ് അക്കൗണ്ട്. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ നൽകുന്ന നഷ്ടപരിഹാര തുക കൈപ്പറ്റുന്നതിന് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള അക്കൗണ്ടാണിത്. പലിശ, പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, ATM തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഈ അക്കൗണ്ടിലുണ്ട്. അടുത്തതാണ് എസ് ബി ഐ റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ കറൻസി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കറണ്ട് അക്കൗണ്ടാണിത്. ഈ അക്കൗണ്ടിന് പലിശ ലഭ്യമല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു അക്കൗണ്ടിൻ്റെ പ്രത്യേകതകളും നിബന്ധനകളും പ്രസ്താവനകളും വായിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അടുത്തുള്ള SBI ശാഖ സന്ദർശിക്കുകയോ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ബുഷ് ആൻഡ് സ്റ്റേ ഹാപ്പി.